ഗതാഗതം തടസ്സപ്പെട്ട ശ്രീകണ്ഠപുരം ചെമ്പന്തൊട്ടി നടുവിൽ റോഡിൽ ഗതാഗതം അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. CPIM ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി പ്രസ്താവനയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കനത്ത മഴയിൽ അപ്രോച്ച് റോഡ് ഒഴുകിപ്പോയി ഗതാഗതം നിലച്ച ശ്രീകണ്ഠപുരം ചെമ്പന്തൊട്ടി നടുവിൽ റോഡിലെ ഗതാഗതം അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് CPIM ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. കനത്ത മഴയിൽ ചെമ്പന്തൊട്ടി, കൊക്കായി എന്നിവിടങ്ങളിലാണ് റോഡ് ഒലിച്ചുപോയത്. ശ്രീകണ്ഠപുരത്ത് നിന്ന് നടുവിൽ ആലക്കോട് മേഖലയിലേക്ക് സഞ്ചരിക്കുന്നതിന് എളുപ്പവഴിയാണ് ഈ റോഡ്. ഗതാഗതം തടസ്സപ്പെട്ടതോടെ ആയിരക്കണക്കിന് ആളുകൾക്കാണ് തിരിച്ചടിയായത്. ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ റോഡിലൂടെ കടന്നുപോകുന്നതെന്നും CPIM ചൂണ്ടിക്കാട്ടി. കരാർ കമ്പനി അടിയന്തരമായി ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും CPIM ആവശ്യപ്പെട്ടു. ശ്രീകണ്ഠപുരം ചെമ്പന്തൊട്ടി നടുവിൽ റോഡിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. തടസ്സപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ ഇപ്പോ ചെമ്പന്തൊട്ടി ടൗണിന് ഇപ്പുറത്തു പോകും, അതുപോലെ ചെമ്പന്തൊട്ടി ടൗണിന് അപ്പുറം നടുവൽ ഭാഗത്ത് അവിടെയും രണ്ടിടത്തും റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടായ താൽക്കാലിക ബൈപ്പാസ് പുതിയ മഴ പെയ്ത് വെള്ളത്തിൽ ഒലിച്ചുപോയതിന്റെ ഫലമായിട്ട് ഇപ്പോൾ ബസ്സോ മറ്റു വാഹനങ്ങളോ അതുവഴി കടന്നു പോകുന്നില്ല. വലിയ ദുരിതമാണ് ഇതുമൂലം ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചെമ്പന്തൊട്ടി, നെടിയേങ്ങ പ്രദേശങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി ഞാനും എല്ലാം അവിടെ സന്ദർശിക്കുകയുണ്ടായി. അവിടെ കോൺട്രാക്ടറുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചത്. മഴക്കാലം മുന്നിൽ കണ്ടുകൊണ്ട് പാലത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം കോൺട്രാക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ഉദ്യോഗസ്ഥരും അത് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല. അതിന്റെ പരിണിത ഫലമാണ് ഇപ്പൊ ചെമ്മന്തൊട്ടിയിലും കൊക്കായിലും രണ്ട് സ്ഥലത്തായിട്ട് തോട് പൊട്ടി റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടാൻ കാരണം. നൂറുകണക്കിന് ജനങ്ങൾ, അതിൽ വിദ്യാർത്ഥികളും എല്ലാവരും ഉണ്ട്. അവർക്കിപ്പോ സ്കൂളുകളിലെത്താൻ, ഓഫീസുകളിലെത്താൻ, അതുപോലെ മറ്റു ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അടിയന്തരമായും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ അത് സംബന്ധിച്ച് ഞങ്ങൾ അവരൊക്കെ കണ്ട് പറഞ്ഞതാണ്. കിബിയുടെ എഞ്ചിനീയർമാരോട് സംസാരിച്ചു. അതുപോലെ തന്നെ കോൺട്രാക്ടറോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടിയന്തരമായും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. യഥാർത്ഥത്തിൽ കൊക്കായിലുള്ള പാലം ഇപ്പോൾ പൊളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മഴക്കാലം കഴിഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ പണി പൂർത്തീകരിച്ച് റോഡിന്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷം, മഴക്കാലത്തിന് ശേഷം കൊക്കായി പാലം പൊളിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ചില ആൾക്കാർ ഇടപെട്ട് കൊക്കായി പാലം പൊളിച്ചതിന്റെ ഫലമാണ് അവിടെ താൽക്കാലികമായ സംവിധാനം ഒരുക്കേണ്ടി വന്നത്. ആ താൽക്കാലിക സംവിധാനത്തിലൂടെ വെള്ളം പോകാതെ വന്നപ്പോ വെള്ളം കെട്ടുനിന്ന ഘട്ടത്തിലാണ് അതും ഒഴുകിപ്പോകുന്ന സ്ഥിതി ഉണ്ടായത്. നാം കാണേണ്ടത്, സംസ്ഥാന സർക്കാർ 10 കിലോമീറ്റർ റോഡിന് 48 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് ആ റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റോഡിന്റെ പണി പൂർത്തീകരിച്ചാൽ വലിയ വികസനം നെടിയേങ്ങ, ചെമ്മന്തൊട്ടി പ്രദേശങ്ങളിൽ അതുണ്ടാകും. അതുപോലെ ഈ പ്രദേശത്തുള്ള ഗതാഗതം സുഗമമാക്കുന്നതിന് അത് വലിയ സംഭാവന ചെയ്യും. എന്നാൽ റോഡ് പണിയിൽ കോൺട്രാക്ടർമാർ കാണിക്കുന്ന വളരെ അനിശ്ചിതത്വം, പലപ്പോഴും വളരെ സ്ലോയിലാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് കുട്ടൂർവയൽ കയറ്റത്തിൽ. അവിടെ ഒരു 100 മീറ്റർ നീളത്തിലുള്ള റോഡിന്റെ പണി വൈകിയത് കൊണ്ടാണ് ഇപ്പോൾ ആ പ്രദേശത്ത് ഗതാഗതം ബുദ്ധിമുട്ടായിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായും അധികൃതർ ഇടപെട്ട് ഈ പ്രദേശത്ത് ശ്രീകണ്ഠപുരം, നെടിയേങ്ങ, ചെമ്മന്തൊട്ടി നടുവൽ റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. റോഡിന്റെ പണി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനും അതുപോലെ മറ്റ് തടസ്സങ്ങൾ ഒഴിവാക്കി മികച്ച രീതിയിലുള്ള റോഡാക്കി അതിന്റെ നിർമ്മാണം
നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഇടപെടൽ എല്ലാവിധ കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും മറ്റ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നാണ് CPIM ശ്രീകണ്ഠപുരം ACക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം.